അഭിഭാഷകയെ മർദ്ദിച്ച കേസിലെ പ്രതി ബെയിലിൻദാസ് റിമാൻഡിലാണിപ്പോൾ. പ്രതിക്ക് ജാമ്യം നൽകരുത് എന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. പ്രതിഭാഗം നൽകിയ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. വിശദാംശങ്ങളുമായി അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ശക്തമായ വാദഗതികളൊക്കെ തന്നെ കോടതി അംഗീകരിക്കുകയായിരുന്നു. മറുഭാഗത്ത് നിന്നും എന്തൊക്കെ വാദമുഖങ്ങൾ ഉയർന്നു അനന്തൻ? പ്രജീഷ്, യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അഭിഭാഷകൻ ബെയിലിൻദാസിന് ജാമ്യം ഇല്ല. 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 11 ബെയിലിൻദാസിനെ റിമാൻഡ് ചെയ്തത്. ഈ റിമാൻഡ് കോടതിയിൽ ബെയിലിൻദാസിനെ ഹാജരാക്കിയപ്പോൾ തന്നെ ബെയിലിൻദാസിൻ്റെ അഭിഭാഷകൻ ജാമ്യാപേക്ഷ കൂടി സമർപ്പിച്ചിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തു. പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച പ്രധാന വാദം, നിയമപരിജ്ഞാനമുള്ള വ്യക്തിയാണ് ബെയിലിൻദാസ്, മാത്രമല്ല ഒരു അഭിഭാഷകൻ കൂടിയാണ്. ആ അഭിഭാഷകൻ ജൂനിയർ അഭിഭാഷകരോട് എങ്ങനെ പെരുമാറണമെന്ന് കൃത്യമായ ബോധ്യമുണ്ട്. അപ്പോൾ അതെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള പെരുമാറ്റമാണ് ഈ പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിന് ഒരു തരത്തിലുള്ള ആനുകൂല്യം നൽകാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ് പ്രോസിക്യൂഷൻ എടുത്തത്. അതേസമയം ബെയിലിൻദാസിൻ്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ച വാദം, ബെയിലിൻദാസിന് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായി യുവ അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന്, മാത്രമല്ല പരിക്കേൽക്കുകയും ചെയ്തു. പുരികത്തിന് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള മെഡിക്കൽ റിപ്പോർട്ട് കൂടി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പക്ഷേ ആ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കാൻ കോടതി ഇന്ന് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ വാദം കേട്ട ശേഷം തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ് നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. നാളെ ബെയിലിൻദാസിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്യും. കോടതി റിമാൻഡ് ചെയ്തതിനെ തുടർന്ന് ബെയിലിൻദാസിനെ ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ചു മെഡിക്കൽ പരിശോധന നടത്തി. അതിനുശേഷം ഇപ്പോൾ പൂജപ്പുര ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രതീക്ഷ. ശരി, അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കിപ്പോൾ ശ്യാമിലിയുടെ പ്രതികരണം തേടാം. ഒപ്പം തന്നെ നമ്മോടൊപ്പം രഞ്ജിത് ചന്ദ്രൻ അഭിഭാഷകനും അഡ്വക്കേറ്റ് ടി ബി മിനി അഭിഭാഷകയും തത്സമയം ചേരുന്നുണ്ട്. ശ്യാമിലി, അങ്ങനെ വലിയ പോരാട്ടം, ഒരുപാട് പേരുടെ പിന്തുണ ശ്യാമിലിയെ സംബന്ധിച്ചോളം കേരള സമൂഹത്തിൻ്റെ മുഴുവൻ ആളുകളുടെയും പിന്തുണ ഒപ്പമുണ്ടായിരുന്നു. ഒടുവിൽ ശ്യാമിലി പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഈ നീതിപീഠത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസം എപ്പോഴും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മാധ്യമങ്ങളോട് ഞങ്ങളെയൊക്കെ കാണുമ്പോഴൊക്കെ തന്നെ ഈ പ്രതികരണങ്ങൾ നടത്തിയത്. ഇപ്പോൾ ബെയിലിലെന്ന ആ പ്രതി അകത്താകുമ്പോൾ, റിമാൻഡിലാകുമ്പോൾ ശ്യാമിലിക്ക് പറയാനുള്ളത് എന്താണ്? നീതി നടപ്പിലാകട്ടെ, സത്യം ജയിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇനി കേസ് കോടതിയിലായി, കോടതി തീരുമാനിക്കട്ടെ എന്നുള്ളത്. അതിലിനി എനിക്ക് മറ്റൊന്നും പറയാനില്ല. റിമാൻഡിലായി, അതാണ് കോടതിക്ക് നീതി എന്ന് തോന്നി ആയി. അതല്ല, ഇത് റിമാൻഡല്ല, ഇന്നിപ്പോൾ ബെയിൽ കൊടുത്തിരുന്നെങ്കിൽ പോലും എനിക്ക് മറ്റൊന്നും അതിൽ പറയാനില്ല. ഇനി കോടതി എന്താണോ തീരുമാനിക്കുന്നത് അതിൽ ഞാൻ പൂർണ്ണമായി തൃപ്തയാണ്. എന്ത് തന്നെയായാലും എനിക്കതിൽ മറ്റഭിപ്രായങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഈ അഭിഭാഷകൻ എതിർഭാഗത്തെ മുഖങ്ങൾ ഉയർത്തുമ്പോൾ പറഞ്ഞത് മനഃപൂർവ്വമല്ല, അല്ലെങ്കിൽ ബോധപൂർവമല്ല ഉണ്ടായ ഒരു മർദ്ദനമല്ല, ശ്യാമിലിയുടെ ഭാഗത്തുനിന്നും മർദ്ദനം ഉണ്ടായി, ആ നിലയ്ക്ക് ഉള്ള പ്രതികരണമാണ് എന്നടക്കമുള്ള വാദമുഖങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിനുള്ള മറുപടി എന്താണ് ശ്യാമിലി? അവർക്ക് ഡിഫൻസ് എടുത്തേ പറ്റൂ. നമുക്കറിയാം, ഒരു കേസാകുമ്പോൾ അതിന് 2 വശങ്ങൾ എന്തായാലും ഉണ്ടാകും. സത്യം ആരുടെ കൂടെയാണോ ആ സത്യം ജയിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. അവരുടെ ഡിഫൻസ് എന്ത് തന്നെയായാലും ആസ് എ ലോയർ ഞാനത് പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഡിഫൻസ് അവർക്ക് അവരുടെ ഭാഗം പറയാം. അത് കോടതിക്ക് കേട്ടിട്ട് ആരുടെ ഭാഗത്താണ് നീതി, ന്യായം എന്ന് കോടതി തീരുമാനിക്കട്ടെ എന്നുള്ളതല്ലാതെ അതിനപ്പുറം എനിക്ക് ഈ കാര്യത്തിൽ മറ്റൊന്നും തന്നെ പറയാനില്ല എന്നുള്ളതാണ്. ശ്യാമിലിയെ സംബന്ധിച്ചോളം കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് 2-3 വർഷങ്ങളായി ഇടയ്ക്കൊക്കെ ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ ശ്യാമിലിക്ക് ഈ മർദ്ദനവും സഹിച്ച് വീട്ടിലേക്ക് പോകാമായിരുന്നു. അതല്ല ഉണ്ടായത്. ഒരു ചെറുത്തുനിൽപ്പ് ആവശ്യമെന്ന് തോന്നി. അത് തുറന്നു പറഞ്ഞു. അത് മാധ്യമങ്ങളോടാണ് തുറന്നു പറഞ്ഞത്. അത് തീർച്ചയായും വലിയൊരു അറ്റൻഷനാണ് കേരളത്തിൽ ഉണ്ടായത്. അപ്പോൾ ഒരുപാട് പേര്, അത് ഈ അഭിഭാഷക സമൂഹത്തിലല്ല, ഒരുപാട് എല്ലായിടങ്ങളിലും ഇത്തരം ദുരനുഭവങ്ങൾ പലയിടങ്ങളിലും എല്ലാ സമൂഹത്തിലെല്ലാം ഉണ്ടാകുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അവർക്കൊക്കെ അത് സഹികെട്ടിരിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ ഉള്ള ഒരു മെസ്സേജായി മാറുന്നുണ്ടോ ശ്യാമിലിയുടെ ഈ പോരാട്ടം? അങ്ങനെ അതിനെക്കുറിച്ച് അങ്ങനെ ആധികാരികമായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇതൊരു പോരാട്ടമാണോ, അങ്ങനെ ഒന്നുമല്ല. എന്നെ അടിച്ചു, അതിനുള്ള ശിക്ഷ കിട്ടട്ടെ, അതിനുള്ള നീതി നടപ്പാക്കട്ടെ എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതുപോലെ ആർക്കും ഇങ്ങനൊരു അവസ്ഥ വരണ്ട. നല്ല കാര്യമല്ലല്ലോ ആർക്കും ഇങ്ങനൊരു കാര്യം, നമ്മുടെ പ്രൊഫഷനിലായാലും അതല്ല മറ്റേത് പ്രൊഫഷനിലായാലും ഇങ്ങനൊരു കാര്യം ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് പ്രചോദനമായി ആരെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ
വളരെ നല്ല കാര്യം എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഹൃദയമുള്ള ആർക്കും ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ആ ദൃശ്യങ്ങൾ എൻ്റെ മുഖമാണ് തെളിവ് എന്നാണ് ശ്യാമിലി പറഞ്ഞില്ലെങ്കിലും ആളുകൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. എല്ലാ ഇവിടുത്തെ ടെലിവിഷൻ മീഡിയാസ് മുഴുവൻ നൽകിയ ആ ദൃശ്യങ്ങൾ, ആ മുഖത്തുണ്ട് തെളിവ് തപ്പി എങ്ങും പോകേണ്ട കാര്യമില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നെന്ന വിശ്വാസം. ഒപ്പം പിന്തുണച്ച ആളുകളെക്കുറിച്ച് ഇപ്പോൾ ഓർക്കുന്നത് എങ്ങനെയാണ്? എല്ലാവരും, ഈ അഭിഭാഷക സമൂഹം ഉൾപ്പെടെ എല്ലാവരും ഒപ്പം നിന്നിരുന്നുവോ ശ്യാമിലിക്ക് ഒപ്പം? തീർച്ചയായും എൻ്റെ സഹപ്രവർത്തകരൊക്കെ എല്ലാവരും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ബാർ അസോസിയേഷൻ, ബാർ കൗൺസിലൊക്കെ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തു. അതൊക്കെ അവരൊക്കെ എന്നെ ചേർത്ത് പിടിച്ചതൊരു ഉത്തമ ഉദാഹരണം തന്നെയാണ്. ഇത്രയും പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കുക, അതൊക്കെ എനിക്ക് സപ്പോർട്ടീവാണ്. എനിക്ക് എല്ലാ ഭാഗത്തു നിന്നും രാഷ്ട്രീയമായും ഒരു പാർട്ടി മാത്രമല്ല, എല്ലാ രാഷ്ട്രീയക്കാരും അവരുടെ പിന്തുണ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നേരിട്ടും ഫോൺ മുഖേനയും ഒക്കെ വന്നു കണ്ട് അവരുടെ പിന്തുണ അറിയിച്ചു. എല്ലാവരും സപ്പോർട്ട് ചെയ്തു. കേരള ജനത, മീഡിയ, എല്ലാ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എൻ്റെ സഹപ്രവർത്തകർ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. പിന്നെ നമുക്കറിയാം, ഒരു കാര്യത്തിന് രണ്ട് വശങ്ങളുണ്ട്. എൻ്റെ സീനിയറിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നതിലും എനിക്ക് യാതൊരുവിധ പരാതിയില്ല. എൻ്റെ കൂടെ അവർ നിന്നില്ലല്ലോ എന്നുള്ള യാതൊരു പരിഭവവും ഇല്ല. എൻ്റെ കൂടെ നിൽക്കുന്നവർ എൻ്റെ കൂടെ, ഇതൊരു മത്സരമൊന്നും അല്ലല്ലോ. ഒരു കുറ്റകൃത്യം നടന്നു, അതിനെന്താണോ നീതിയുക്തമായ കാര്യം അത് നടക്കട്ടെ എന്നുള്ളതല്ലാതെ അതിനപ്പുറം എൻ്റെ പേരിലോ ഈ പറഞ്ഞ പ്രതിയുടെ പേരിലോ മറ്റ് യാതൊരു തരത്തിലുള്ള വാക്ക് തർക്കങ്ങളോ ആരും അവരുടെ സൗഹൃദങ്ങളൊന്നും ആരും ഇല്ലാതാക്കാതിരിക്കട്ടെ. എൻ്റെ കൂടെ ആരും നിന്നാലും നിന്നില്ലേലും എനിക്ക് അതിന് യാതൊരുവിധ പരാതിയും ഇല്ല. നിന്നവരോടും നിൽക്കാത്തവരോടും എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. എനിക്ക് ഈ അവസരത്തിൽ എല്ലാവരോടും നന്ദി മാത്രമേ പറയാനുള്ളൂ. കേരള പോലീസ് അവർ എൻ്റെ കൂടെ തന്നെ എനിക്ക് വേണ്ടി അത്രയും നല്ല രീതിയിലാണ് അന്വേഷിച്ചത്. അതിലൊന്നും എനിക്ക് യാതൊരു തർക്കവുമില്ല. എല്ലാവരും, ബാർ അസോസിയേഷൻ, ബാർ കൗൺസിൽ, മീഡിയ, രാഷ്ട്രീയ പ്രമുഖർ, സാമൂഹിക എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരോടുമുള്ള നന്ദി മാത്രമേ പറയാനുള്ളൂ. എൻ്റെ സഹപ്രവർത്തകർ എല്ലാവരോടുമുള്ള നന്ദി മാത്രമേ പറയാനുള്ളൂ. എൻ്റെ കൂടെ നിന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആരുമായി പരാതിയോ പരിഭവമോ ഒന്നും തന്നെ ഇല്ല. സൗഹൃദത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരും അതിലൊന്നും എനിക്ക് യാതൊരുവിധ പരാതിയില്ല. സത്യം ജയിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നീതി നടപ്പിലാകട്ടെ. ഇതിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇപ്പോൾ ഇന്ന് ട്രയൽ കോടതി എടുത്ത് കോടതിയിലേക്ക് മുന്നിലേക്ക് കേസ് വരികയാണ്. അപ്പോൾ റിമാൻഡ് ചെയ്യപ്പെടുന്നു. ഇനിയിപ്പോൾ ഈ ട്രയലും കാര്യങ്ങളൊക്കെ ബാക്കി കാര്യങ്ങൾ. അപ്പോൾ അതിലേക്ക് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നീതി ഉറപ്പായി എന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത്? അതല്ല ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് തുടർന്നും അർഹിക്കുന്ന രീതിയിൽ നേരത്തെ പറഞ്ഞത്, ഒരു വേള പ്രതികരണം നടത്തുമ്പോൾ ശ്യാമിലി പറഞ്ഞത്, ഈ ഉടുപ്പിട്ടുകൊണ്ട് ഇനി ഒരിക്കലും ഈ വ്യക്തി തൊഴിലെടുക്കാൻ അർഹനല്ല, ആ രീതിയിലുള്ളൊരു പോരാട്ടത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള നിലപാട് തന്നെയാണോ ഇത് ഇപ്പോഴും ഉള്ളത്? അതല്ല ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നീതി പൂർണ്ണമായും ലഭ്യമായിട്ടുണ്ട് എന്ന തോന്നലാണോ ഉള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പോരാട്ടം, ഇതൊരു മത്സരം, ആ ഒരു രീതിയിൽ കാണണ്ട. ഒരു കുറ്റം നടന്നു, അതിനുള്ള ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ. പിന്നെ കുപ്പായം, അതിനുള്ള ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ ബാർ കൗൺസിലും ബാർ അസോസിയേഷനും എടുത്തു കഴിഞ്ഞു. അതിലും എനിക്കിനി വേറൊരു അഭിപ്രായം പറയാനില്ല. അവരവരുടെ നടപടി എടുത്തത് ഉടനടി ഒന്നും തന്നെ ആലോചിക്കാതെ ഇങ്ങനെ ഒരു പരാതി കേട്ടതും അവർ ഉടനടി ആക്ഷൻ എടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി കോടതിയുടെ മുന്നിലിരിക്കുന്ന കാര്യമാണ്. കോടതിയിലിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്നുള്ളതാണ്. സത്യം ജയിക്കട്ടെ, നീതി നടപ്പിലാകട്ടെ എന്ന് മാത്രം. ഏറ്റവും കൂടുതൽ വേദന ഉണ്ടായത് ഈ സംഭവത്തിന് ശേഷം എന്തായിരിക്കാം? ഈ സംഭവം ഉണ്ടായി 3 ദിവസമായിരുന്നു. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഉള്ളുവിടഞ്ഞ ഒരു സംഭവം പലപ്പോഴും വന്ന് പറയാമായിരുന്നു. വേദനകളൊക്കെ ഒരുപാട് മനസ്സ് വേദനിച്ചിട്ടുണ്ട്. ആ സംഭവത്തിന് ശേഷം ഇത്രയും ദിവസങ്ങൾ കഴിയുമ്പോൾ അതിനിടയ്ക്ക് കൂടുതൽ നൊമ്പരമുണ്ടായ സംഭവം ഏതായിരുന്നു? വേദന, അഫ്കോഴ്സ് ഫിസിക്കൽ വേദന ഇത് തന്നെയാണ്. ഇന്നും എനിക്ക് ഫുഡ് ശരിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വായ്ക്കകത്ത് മുറിവാണ്. അപ്പോൾ അതൊരു വേദനയാണ്. അതല്ലാതെ എനിക്ക് മെൻ്റലി ഭയങ്കര വീക്കാണ്. അതിന് കാരണം ഇതുപോലെ ഇത്രയും ഇങ്ങനൊരു പബ്ലിസിറ്റി, ഇതൊന്നും ഒരിക്കലും, ഇത്രയും പബ്ലിസിറ്റി ഒന്നും ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.
അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ആ ഒരു പബ്ലിസിറ്റി വന്നപ്പോൾ എനിക്കൊരിക്കലും അത് മെൻ്റലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ച കാര്യമല്ല ഇങ്ങനൊരു പബ്ലിസിറ്റി, ഞാനൊരു ചർച്ചാ വിഷയമാകുക എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുള്ള കാര്യം അല്ല. അതെന്നെ മെൻ്റലി ഭയങ്കരമായിട്ട് ചെയ്യുന്നു. പിന്നെ എനിക്കറിയാവുന്ന കാര്യമാണ്, ആസ് എ ലോയർ എനിക്കത് വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. സോഷ്യൽ മീഡിയ നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം ഉണ്ടാകും. എൻ്റെ കാര്യത്തിൽ അത് ഒത്തിരി പോസിറ്റീവ് തന്നെയാണ്. എന്നിരുന്നാലും അതിൽ നെഗറ്റീവ് വരുന്നുണ്ട്. അതിലെനിക്ക് ആരോടും ഒരു പരാതിയില്ല. പക്ഷേ എന്ത് നെഗറ്റീവാണ് ശ്യാമിലി, എന്ത് നെഗറ്റീവാണ്? കാരണം ഈ ഒരു ഘട്ടം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ, മുഖമാണ് തെളിവ്. ആ മുഖം ലോകത്തിന് മുഴുവൻ അല്ലെങ്കിൽ മലയാളിക്ക് മുഴുവൻ അറിയാം. ശ്യാമിലിയേറ്റ പ്രഹരത്തിന്റെ കാര്യം വേറെ എങ്ങും പോകണ്ട. അപ്പോൾ പിന്നെ ഒരു നെഗറ്റീവ് ഒരു രീതിയിലേക്കുള്ള ഒരു നരേറ്റീവ് ഉണ്ടാകേണ്ട കാര്യം എന്താണ്? നെഗറ്റീവ് സംഭവത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതെ പറയുന്ന ഓരോരോ കാര്യങ്ങൾ ജനങ്ങൾ അവർ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ആയിട്ട് പറയുന്നു. എൻ്റെ മുഖത്ത് കാണുന്ന പാടുകൾ മേക്കപ്പ് ഇട്ടേക്കുന്നതാണ്, ലിപ്സ്റ്റിക്ക് തേച്ചേക്കുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അവരോടൊന്നും എനിക്ക് ഒന്നും തന്നെ പറയാനില്ല എന്നുള്ളതാണ്. അത് അനുഭവത്തിൽ വരുമ്പോഴേ അത് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞാൻ പറയട്ടെ, ആർക്കും ഇങ്ങനൊരു അനുഭവം ഒരിക്കലും ഉണ്ടാവരുത് എന്നുള്ളതാണ്. പക്ഷേ മെൻ്റലി ഭയങ്കര വീക്കായിരുന്നു. വീട്ടിൽ ഞാൻ ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്കിതൊട്ടും എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ അത് വളരെയധികം തന്നെ ബാധിച്ചു എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ യെസ്, ലൈഫാണ്, നമ്മളിതൊക്കെ നേരിടേണ്ടി വരും എന്നെനിക്കിപ്പോൾ മനസ്സിലായി. ഒരിക്കലും ഞാൻ ഇങ്ങനെയൊക്കെ എൻ്റെ ലൈഫ് ആകും എന്നൊരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ അത് ആ ഒരു മെൻ്റൽ ട്രോമ അതെന്നെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഞാനത് ഓവർകം ചെയ്യും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ ചുറ്റും ഒത്തിരി 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 നല്ല മനുഷ്യരുണ്ട്. അവരോടൊക്കെ നന്ദി. എന്നെ ചേർത്ത് പിടിക്കുന്നതിന് ഒരുപാട് നന്ദി. തീർച്ചയായും എൻ്റെ മെൻ്റൽ ഹെൽത്തൊക്കെ ഓക്കെ ആയി പഴയതുപോലെ ആകും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആകുമല്ല, ആകണം ശ്യാമിലി. അതായത് ഈ നാട്ടിൽ അമ്മയെ തല്ലിയാൽ പോലും രണ്ടഭിപ്രായമുള്ള നാടാണ്. സ്വന്തം പെറ്റമ്മയെ തല്ലിയാൽ പോലും മകൻ തല്ലിയാൽ പോലും രണ്ടഭിപ്രായമുള്ള നാടാണ്. അപ്പോൾ അത് ശ്രമിക്കാതിരിക്കുക. ഇനി എങ്ങനെയാണ് അടുത്ത പ്ലാനിങ്? ഈ എന്നോട്ട് ജോലിയിൽ പ്രവേശിക്കണം, പുതിയൊരു ഇടത്തേക്ക് ആണോ? അതിനുള്ള നീക്കങ്ങൾ അങ്ങനെ ആരെങ്കിലും പിന്തുണ അറിയിച്ചിട്ടുണ്ടോ? അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും സഹപ്രവർത്തക ഭാഗത്തു നിന്നും ഒക്കെയുള്ള ഒരു പിന്തുണ ഇനി ജോലിയിലേക്ക് എന്ന് ശാരീരിക ക്ഷമതയോടുകൂടി മാനസിക ക്ഷമതയോടുകൂടി കടക്കാൻ കഴിയും? അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. കാരണം അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. പിന്നെ അസോസിയേഷൻ്റെ പിന്തുണ ഞാൻ പറഞ്ഞല്ലോ, പരാതി കിട്ടിയതും അവർ എടുത്ത ആക്ഷൻ തന്നെയാണ് എനിക്ക് അവരറിയിച്ച പിന്തുണ. വളരെ എന്നെ അത്രയും ചേർത്ത് പിടിച്ചു എന്നുള്ളത് തന്നെയാണ്, അതിൽ യാതൊരു തർക്കവും ഇല്ല. പിന്നെ ഞാൻ കോടതിയിൽ പോകുന്ന കാര്യം അതൊക്കെ എൻ്റെ ഹെൽത്തും എൻ്റെ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഒക്കെ ഓക്കെ ആക്കിയിട്ട് ഞാൻ പോകും. അത് ഇപ്പോൾ എന്തായാലും നിലവിൽ അതിനെക്കുറിച്ചൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായും ശ്യാമിലി, വളരെയധികം നന്ദി. കൂടുതൽ വിഷമിപ്പിക്കുന്നില്ല, കൂടുതൽ സമയമെടുക്കുന്നില്ല. എന്തായാലും വളരെയധികം നന്ദി ഞങ്ങളോട് ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൽ. കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ശ്യാമിലി ഇത്തരത്തിലുള്ള ഒരുപാട് പേര് ദുരനുഭവം അനുഭവിക്കുന്ന അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പ്രചോദനമായി മാറട്ടെ എന്നുകൂടി അറിയിക്കുകയാണ്. അഡ്വക്കേറ്റ് ടി ബി മിനി, ശ്യാമിലിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇന്നിപ്പോൾ കോടതിയുടെ നടപടി കൂടി വരുമ്പോൾ, കാരണം ഒരുപാട് പേര് എല്ലാ മേഖലകളിലും, അത് അഭിഭാഷക മേഖല എന്നല്ല എല്ലാ മേഖലയും, എവിടെ തൊഴിലിടങ്ങളുണ്ട് അവിടെയൊക്കെ തന്നെ ദുരനുഭവങ്ങൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഉണ്ടാകുന്ന ആളുകൾ, അതൊക്കെ സഹിക്കുന്ന എത്രയോ പേരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ മുന്നിൽ ശ്യാമിലി എന്ന ഒരു വ്യക്തിത്വം മുന്നോട്ട് വയ്ക്കുന്ന ഇന്നത്തെ ഈ പോരാട്ടം അന്ന് ശ്യാമിലി പറയുന്നില്ലെങ്കിലും അതൊരു പോരാട്ടം തന്നെയാണ്. അതിനെങ്ങനെ അഡ്വക്കേറ്റ് ടി ബി മിനി കാണുന്നത്? നിങ്ങളൊക്കെ പറയണ പോലെ അത്ര ഈസി അല്ല ആ പോരാട്ടം നടത്തുക എന്നുള്ളത്. ഞങ്ങളുടെ പ്രൊഫഷനിലും ഇവിടെ ജൂനിയേഴ്സും സീനിയേഴ്സും തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടെങ്കിലേ ഒരു ഓഫീസ് നടത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റൂ.
ഇപ്പം അങ്ങ് പറഞ്ഞില്ല ശ്യാമിലിക്ക് അദ്ദേഹത്തിന് ഒരു പ്രാക്ടീസ് ചെയ്ത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും സീനിയേഴ്സുമായിട്ട് കൂടി ഒരു ബന്ധം ഉണ്ടാകേണ്ടി വരും. അപ്പം ഇതിൽ ഞാനൊരു സീനിയർ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം നമ്മൾ ഇതിൽ കാണേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ജൂനിയർ സീനിയർ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതൊന്നും ആർക്കും ലക്ഷ്യമായിരുന്നൊരു കാര്യമല്ല. പക്ഷെ ഇതോടുകൂടി ഒരു ഗുണമുണ്ടായിട്ടുണ്ടാവും. സീനിയേഴ്സായിട്ടുള്ള അഭിഭാഷകർ കുറേയും കൂടിയും ഈ വിഷയത്തെ ഗൗരവമായി കാണാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ കാണുന്നത്. വലിയ വലിയ ഫേമുകളുണ്ട് ഇവിടെ, നമ്മൾ വർഷങ്ങളായിട്ടുള്ള വക്കീൽ പണിയുള്ള ആളുകൾ. അവിടെയൊക്കെ നിരവധി ജൂനിയേഴ്സുമുണ്ട്, പുതിയ ജൂനിയേഴ്സ് ധാരാളം വരുന്നുണ്ട്. ഈ പ്രൊഫഷൻ വളരെ സമൂഹത്തിൽ ഭയങ്കര അംഗീകാരമുള്ളൊരു പ്രൊഫഷനാണ്. ഇപ്പം എല്ലാ സ്ഥലത്തും എന്ന പോലെ തന്നെ ഇവിടെയും ജോലി സാധ്യതകളുണ്ട്. പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സീനിയേഴ്സിൻ്റെ സഹായമില്ലാതെ ജൂനിയേഴ്സിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കാലത്തിൻ്റെ മാറ്റം സീനിയേഴ്സായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കണം എന്ന് പറയുന്നതാണ് ശ്യാമിലിയുടെ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. രണ്ട് വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു സീനിയർ ഒരു ജൂനിയറിനെ കാണേണ്ട ഒരു രീതി പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ എങ്ങനെ വക്കീലന്മാർ അവരവരുടെ സ്ഥാപനങ്ങളിൽ ഒരു ജൂനിയറിനോട് പെരുമാറണം എന്നതിന് അവിടെയാണ് ഒരു കോഡ് ഉണ്ടാവേണ്ടത്, അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. പിന്നെ ഈ കേരളത്തിലെ ജൂനിയർ അഭിഭാഷകൻ നേരിടുന്ന വിഷയം വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇതിപ്പോൾ ഞാനൊക്കെ ജൂനിയർ ആയിരുന്നപ്പോഴും ഞങ്ങളൊക്കെ ഇതേ വിഷയങ്ങൾ നേരിട്ടിട്ട് തന്നെയുണ്ട്. തുച്ഛമായ പൈസ, വെറും ഒരു 500 രൂപയ്ക്കാണ് ഞാൻ എൻ്റെ പ്രൊഫഷൻ തുടങ്ങിയത്. എന്നിട്ട് നമ്മളതിൽ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ 500 രൂപയ്ക്കൊന്നും ഇന്നത്തെ കാലത്ത് ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുപോലും കൊടുക്കുന്നുണ്ടോയെന്ന് എനിക്ക് ചില സ്ഥലത്ത് സംശയമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സ്പ്ലോയിറ്റേഷനാണ്. ഇത്രയും നോബിളായിട്ടുള്ള ഒരു പ്രൊഫഷനിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് ജൂനിയേഴ്സ് വരുമ്പോൾ അവർക്ക് ഒരു ഫയലൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ കേസിൻ്റെ ഡീറ്റെയിൽസ്, ലീഗൽ പൊസിഷൻസ്, ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ വിവരങ്ങളുണ്ടെങ്കിലും അതെങ്ങനെ പ്രയോഗിക്കണമെന്നതിൻ്റെ അഡ്വൈസ് സീനിയേഴ്സിൽ നിന്ന് തന്നെ കിട്ടേണ്ടി വരും. പക്ഷെ അപ്പോഴും ജീവിതമാർഗം കൂടി ആയിട്ടാണ് 5 വർഷവും അങ്ങനെ ഒരു വേർതിരിവ് ഇപ്പോഴും അഭിഭാഷക മേഖലയിൽ ഉണ്ടോ? നമ്മൾ എത്രയോ പല വിഷയങ്ങൾ പല മേഖലയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിനെ ഒരു സാമാന്യവൽക്കരണമല്ല. ഒരു സ്പോട്ടിൽ എന്താണ് ഒരു കോണ്ടസ്റ്റിൽ സംഭവിക്കുന്നത് അതനുസരിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ചിലർ പറയുകയാണ് എന്താണ് മാധ്യമപ്രവർത്തകർ, എന്താണ് വക്കീലന്മാരെ തിരഞ്ഞു പിടിച്ച് വേട്ടയാടുകയാണ്. അതൊന്നുമല്ല. നമ്മളൊരു സ്പെസിഫിക് ആയിട്ടൊരു കോണ്ടസ്റ്റിലുണ്ടാകുന്നത് അത് ഏത് മേഖലയിൽ അനീതിയാണോ അത് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണ്. അതൊരു ടി ബി മിനിയെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു പോരാട്ടം നടത്തുന്ന വ്യക്തി ആയതുകൊണ്ടുകൂടി പോവുകയാണ്. ഒരു തുറന്ന ചർച്ചകളിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകേണ്ട ഒരു മാനം ഇതിന് കൈവരികയാണ്. ഞാൻ പറയണത് ഇത് പർട്ടിക്കുലർ കേസ് നിങ്ങൾ പറഞ്ഞു. ഈ പർട്ടിക്കുലർ കേസിൽ ബോൾഡായിട്ട് ആ കുട്ടി ഒരു നിലപാടെടുത്തു. പോലീസ് കൃത്യമായി ആളെ അറസ്റ്റ് ചെയ്തു. താമസിച്ചു, പക്ഷെ അറസ്റ്റ് ചെയ്തു. ആ വിഷയത്തിൽ ഇനി ട്രയലും അതിൻ്റെ കാര്യങ്ങളുമായിട്ട് പോകും. പക്ഷെ അടിസ്ഥാനപരമായി ഇതിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കുമോ? ഇതൊന്നും പരിഹരിക്കുമെന്ന് ഞാൻ കാണുന്നില്ല. പക്ഷേ പരിഹരിക്കേണ്ട കുറേ വിഷയങ്ങളുണ്ട് ഈ പ്രൊഫഷനിൽ. ഇപ്പോഴെങ്കിലും അതൊക്കെ ഒന്ന് ചർച്ചയെങ്കിലും ചെയ്യണം. ചർച്ച ഇപ്പം അതാണ് ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മൾ പറയണത്. അതായത് അതിന് ചിലപ്പോൾ വക്കീലന്മാരെക്കാൾ കൂടുതൽ നമ്മുടെ സിസ്റ്റത്തിൽ കോടതികളുണ്ട്, അതുപോലെ തന്നെ കൂടുതൽ സീനിയർ വക്കീലന്മാരുണ്ട്, സർക്കാരുണ്ട്, ബാർ കൗൺസിലുണ്ട്, ബാർ അസോസിയേഷൻ ഉണ്ട്. ഇവിടെ ഉണ്ടാകേണ്ട കുറേ ഗൈഡ് ലൈൻസ് ഉണ്ടാവണം. അതിൻ്റെ അവർ കാണിക്കേണ്ട ചില കാര്യങ്ങൾ ഈ ജൂനിയേഴ്സിനോട് ഉണ്ടാകണം. ഇപ്പം തന്നെ അസോസിയേഷനിൽ ആദ്യം പ്രൊട്ടക്ഷൻ കൊടുത്തത് സീനിയറിനാണല്ലോ. ജൂനിയറിന് പിന്നെ വിഷയമായതിന് ശേഷമാണ് എല്ലാവരും സടകുടഞ്ഞ് എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പം ഈ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നതിനുള്ള ഒരു ഘടകമായി ഈ കുട്ടിയുടെ ഈ ഒരു പരാതി കൊടുക്കുന്നില്ല. ആദ്യം അടിച്ചപ്പോൾ പരാതി കൊടുത്തില്ല എന്ന് പറഞ്ഞല്ലോ. ഇത് നിരന്തരമാവുകയും സഹിക്കാൻ കഴിയാത്തതിലപ്പുറം ആവുമ്പോഴാണല്ലോ ആളുകൾ ഇതൊക്കെ വരുന്നത് രംഗത്തേക്ക്. അപ്പം അത് ഇപ്പം ഈ കുട്ടി ഇത് പറഞ്ഞു. പറയാത്ത എത്രയോ മനുഷ്യരുണ്ടെന്നറിയോ നിങ്ങൾക്ക്? ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് പറയണത്. അത് മാറട്ടെ, അതിനൊരു കാരണമായി ശ്യാമിലി മാറട്ടെ എന്ന് മാത്രമേ എനിക്ക് ഇതിൽ പറയാനുള്ളൂ. ഞാൻ മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് ടി ബി മിനി, ശ്രീ അഡ്വക്കേറ്റ് രഞ്ജിത്ത്, അതായത്
സമഗ്രമായ ഒരു വിശാലമായ ചർച്ചയിലേക്ക് പോകണം. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന്. ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി അതിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് അല്ലെങ്കിൽ അത് ഏറ്റ ആ ഒരു അങ്ങേറ്റത്തെ പ്രഹരം കൊണ്ട്, ശാരീരികമായി പ്രഹരം കൊണ്ട് ആ പെൺകുട്ടി വന്ന് പുറത്തേക്ക് വരാൻ തയ്യാറായതുകൊണ്ട് ഈ ലോകം പറഞ്ഞു. അതല്ല, അതിനപ്പുറത്തേക്ക് വിശാലമായി പല ചർച്ചകൾക്കും വിധേയമാക്കേണ്ട കാര്യങ്ങളുണ്ട് എന്ന് ഇതേ മേഖലയിൽ നിന്ന്, പുറത്തുനിന്ന് ഏതെങ്കിലും മേഖലയിൽ നിന്ന് വന്ന് പറയുന്ന ആളുകളല്ല, ഇതേ മേഖലയിൽ നിന്ന് ദുരനുഭവം പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെ സത്യങ്ങൾ, പരസ്യമായ രഹസ്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരു സമൂല ചർച്ചകളിലേക്ക് ഈ സംഭവം മാറുന്നുണ്ടോ അഡ്വക്കേറ്റ് രഞ്ജിത്ത്? അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 60 ദിവസത്തിൽ കൂടുതലായിട്ട് ആശാ വർക്കർമാർ സമരം നടത്തുന്നു. ആ ആശാ വർക്കർമാർ സമരം നടത്തുന്നത് എന്തിനാ? അവരുടെ വേതനം കൃത്യമായിട്ട് അവർക്ക് ഒരു സാധാരണപ്പെട്ട ജീവിതം നയിക്കുവാനുള്ള വേതനത്തിന് വേണ്ടിയുള്ളൊരു വലിയൊരു സമരമാണ് കേരളത്തിലെ സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം. അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനമുണ്ട്. അതുപോലെ അസംഘടിതമായിട്ടുള്ള മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരുടെ അടക്കം ഞാൻ പറഞ്ഞു. അങ്ങനെ ഒട്ടനവധി മേഖലകളിൽ പ്രവർത്തിക്കുന്ന പല ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ സർക്കാർ ഒന്നടങ്കം അഡ്രസ് ചെയ്യേണ്ട വിഷയമാണ്. അതൊക്കെ ഏതെങ്കിലും വ്യക്തികൾ പരിഹരിക്കേണ്ട ഒരു വിഷയമല്ല. അത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ അഡ്രസ് ചെയ്യേണ്ട വിഷയമാണ്. ഇതുപോലത്തെ ഉള്ള വേതനത്തിന്റെയൊക്കെ ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ വിഷയം, അത് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അത് ഒരു വിഭാഗം അങ്ങനെ ഒരു ചൂഷണം ചെയ്യുന്നു എന്നുള്ള നിലപാടിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതൊരു നിക്ഷിപ്ത താല്പര്യമായിട്ട് മാത്രമേ കാണാൻ വേണ്ടി കഴിയുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്തുള്ള എന്ത് നിക്ഷിപ്ത താല്പര്യമാണ്? ഞാനൊന്ന് ചോദിച്ചോളട്ടെ. നമുക്ക് ഈ ചത്ത കൊച്ചിന്റെ ജാതകം വായിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ സംഭവിച്ചത് സംഭവിച്ചു പോയി. ഇനി അതായത് ഒരു അറ്റൻഷൻ ഉണ്ടാകേണ്ടതായിരുന്നു. ആദ്യം തന്നെ ചേർത്ത് പിടിക്കേണ്ടത് പുറത്ത് നിൽക്കുന്ന ഞങ്ങളൊന്നും അല്ല, അകത്തുള്ള നിങ്ങളുടെ സംവിധാനം വന്ന് ചേർത്ത് പിടിച്ച് ഉടനടി സംരക്ഷണ കവചം ഒരുക്കേണ്ടതിന്റെ പാളിച്ച അവിടെ സംഭവിച്ചുള്ളത് വ്യക്തമാണ്. അതിനുശേഷം നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ? അല്ല ശ്രീ രഞ്ജിത്ത്, നമുക്ക് ഒന്നും ഏറ്റു പറയാൻ പോലും നിങ്ങളൊന്നും തയ്യാറാകുന്നില്ലല്ലോ. സംഭവിച്ച എന്താണ്? ഏറ്റവും ഒടുവിലായിട്ട് എന്താണ്? ഈ പെൺകുട്ടിക്ക് എതിരെ വലിയ സോഷ്യൽ മീഡിയ അറ്റാക്ക്. വേണമെങ്കിൽ ഞാൻ എടുത്തു കാണിക്കാം, വായിക്കാം. സോഷ്യൽ മീഡിയയിൽ അതെന്താണ്? അഭിഭാഷകരായിട്ടുള്ള ആളുകളാണ്. പിന്നീട് എന്താണ്? ഈ പറയുന്ന പ്രതിക്ക് വേണ്ടി ഒന്നോ രണ്ടോ അഭിഭാഷകരെ പ്രതിക്ക് സ്വാഭാവികമായിട്ടും പ്രതിക്ക് വേണ്ടി ഹാജരാണ് അവകാശമുണ്ട്. ഒരു പറ്റം അഭിഭാഷകർ ഈ സ്റ്റേഷന് പുറത്തും മറ്റിടങ്ങളിലുമായി വന്നു നിന്ന് ആനുകൂല്യം നൽകുന്നു, അല്ലെങ്കിൽ അഭിവാദ്യം അർപ്പിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നാണ് തോന്നുന്നത്. അതൊക്കെ രഞ്ജിത്തിനെ പോലുള്ള പൊതുപ്രവർത്തകർ, അങ്ങൊരു പൊതുപ്രവർത്തകൻ കൂടിയാണല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും പറഞ്ഞതാണ്, നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇതിനൊക്കെ സലാം പറയാൻ, നിങ്ങൾക്കൊക്കെ എങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഒരു ഷേക്ക് ഹാൻഡ് ആരും കൊടുക്കുന്നില്ലല്ലോ. ഓരോ വിഷയത്തിന് ഇപ്പോൾ ഷാമിലിയും അതുപോലെ തന്നെ ബെയിലിൻ ദാസും അതൊരു ഓഫീസിൽ നടന്ന ഒരു വിഷയത്തിൽ, അതൊരു ഓഫീസിൽ നടന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഘടന മാത്രമാണ്. ആ സംഘടന എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും അത് ഷാമിലിക്ക് ഉണ്ടായ എന്ത് ഗ്രീവൻസ് ആണോ അതിന് കേരള പോലീസ് അതിന്റെ നടപടി എടുക്കണം. ബെയിലിൻ ദാസിന് എന്തെങ്കിലും നീതി നിഷേധമുണ്ടെങ്കിൽ അതിന് കോടതി. വെറും സംഘടനമായിട്ടാണല്ലോ അങ്ങേക്ക് തോന്നുന്നത് എന്ന് ഓർക്കുക. അങ്ങൊരു പൊതുപ്രവർത്തകനല്ലേ അങ്ങ് പൊതുജനങ്ങളിലേക്ക് ഇറങ്ങേണ്ട ആളല്ലേ? ഈ കോർട്ട് മാത്രം ഇട്ടുകൊണ്ട് കോടതിയിൽ മാത്രം ഹാജരാകേണ്ട ആളല്ലല്ലോ. അപ്പോൾ ഒരു മനുഷ്യപ്പറ്റ് കാണിക്കണം, ഒരു മനുഷ്യപ്പറ്റ്. താങ്കൾ തുടക്കം മുതൽ കഴിഞ്ഞ ദിവസം താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിചാരിച്ച ഈ ബാർ അസോസിയേഷനെ മാത്രം കേന്ദ്രീകരിച്ചായിരിക്കും പറയുന്നത്. പക്ഷേ ആ പെൺകുട്ടി അനുഭവിച്ചതിനെ പോലും ലഘൂകരിക്കുന്ന രീതിയിൽ അങ്ങ് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? അങ്ങേക്ക് വ്യക്തിപരമായിട്ട് ഇതിനൊക്കെ റീച്ച് കൂട്ടണമെങ്കിൽ അങ്ങേക്ക് പറഞ്ഞോളൂ. അതിനൊന്നും എനിക്ക് യാതൊരു വിധമായിട്ടുള്ള വിരോധവും ഇല്ല. ഞാനിവിടെ പറയുന്നത് ഷാമിലിയുടെ തന്നെ FIR ആണ്. ഞാൻ അഡ്വക്കേറ്റ് ആയ പ്രതിയുടെ ജൂനിയർ ജോലി ചെയ്തു വരുന്ന ആവലാധികാരി തിയാലുടെ മേൽപ്പടി ഓഫീസിൽ സഹപ്രവർത്തകയെ പറഞ്ഞു വിലക്കണമെന്ന് പ്രതിയോട് ആവശ്യപ്പെട്ടത് പ്രതി നിരസിച്ചതിനാൽ ആവലാധികാരി മേൽപ്പടി സഹപ്രവർത്തകയെ പ്രതിയുടെ മുന്നിൽ വെച്ച് പറഞ്ഞു വിലക്കിയതിൽ വെച്ചുള്ള വിരോധത്താൽ പ്രതിക്ക് ആവലാധികാരിയുടെ മേൽ കുറ്റകരമായ ബലപ്രയോഗം നടത്തി. ഇത് ഷാമിലിക്ക് വേണ്ടി ഷാമിലിയുടെ മൊഴി പ്രകാരം എടുത്ത FIR-ന്റെ വാചകങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അപ്പോ ആ ഓഫീസ് ഡെക്കോറത്തിലെ എന്തെങ്കിലും ഒരു പാളിച്ചയുടെ ഉണ്ടായി, ആ ഓഫീസ് ഡെക്കോറത്തിന് ഒരു പാളിച്ച ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായ ഒരു സംഭവം അത് ഒരു മനുഷ്യനും അത് ന്യായീകരിക്കുന്നില്ല. അഭിഭാഷകനായ ഒരു മനുഷ്യനും ന്യായീകരിക്കുന്നില്ല. പക്ഷേ എല്ലാ ആളുകളും ഷാമിലിക്കൊപ്പം നിന്നു എന്ന് താങ്കൾക്ക് പറയാൻ കഴിയും. നിങ്ങളുടെ ഫ്രട്ടേണിറ്റിയിൽ നിന്ന് എല്ലാവരും അകമഴിഞ്ഞുള്ള പിന്തുണ തുടക്കം മുതൽ. ഞാനിപ്പോൾ അതിലേക്ക് നമ്മൾ പോകാതിരിക്കുന്നതാണ് നല്ലത്, കഴിഞ്ഞു പോയ കാര്യം. എങ്കിലും താങ്കൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, തുടക്കം മുതൽ ഉണ്ടായിട്ടുണ്ട്. ആ പെൺകുട്ടിക്ക് ലഭ്യമായിട്ടുണ്ടോ?
അല്ല, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ടുണ്ടല്ലോ ബാർ അസോസിയേഷൻ. ഇപ്പൊ ഷാമിൽ തന്നെയാണ് നേരത്തെ പറഞ്ഞത്, ബാർ അസോസിയേഷൻ യാതൊരുവിധ ചർച്ചയോ മറ്റ് ഒരു അന്വേഷണമോ ഒന്നും കൂടാതെ ബാർ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തു, ബാർ കൗൺസിൽ സസ്പെൻഡ് ചെയ്തു. ഇതെല്ലാം നടത്തിയില്ലേ? ഇനിയിപ്പോ എന്താണ് വേണ്ടത്? ശ്രീ രഞ്ജിത്ത്, ഇനി പൂർണ്ണ പിന്തുണയോടുകൂടി ഒരു ജൂൻ അഭിഭാഷകയാണ്. വരുന്ന ആളുകളിൽ പൂർണ്ണ പിന്തുണയോടുകൂടി ഒരു തരത്തിൽ അവസരങ്ങളും സഹപ്രവർത്തകരിൽ നിന്ന് ഒരു തരത്തിലും ഉണ്ടാകാതെ ഈ പെൺകുട്ടിക്ക് ഇതേ ഫോറത്തിൽ വന്ന് ഇതേ ഇടങ്ങളിൽ ഇടത്ത് വന്ന് ജോലി ചെയ്യാൻ 100% സുരക്ഷിതയായിരിക്കും, 100% ഒരു മാനസികമായിട്ട് പോലും ഒരു വെല്ലുവിളി നേരിടേണ്ടി വരില്ല എന്ന് ഉറപ്പ് പറയാൻ അങ്ങേക്ക് കഴിയുമോ? ഒരു സംശയവുമില്ല. ഷാമിലിക്ക് ഇതേ തൊഴിൽ ചെയ്യാൻ യാതൊരു വിധമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല. പൂർണ്ണ പിന്തുണയോടുകൂടി ഷാമിലിക്ക് തൊഴിൽ ചെയ്യാം. അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോഴും അവിടുത്തെ അഭിഭാഷകരായ യുവ അഭിഭാഷകരുടെ കമന്റുകൾ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുന്നുകൊണ്ടാണ് ചോദിച്ചത്. കമന്റുകൾ ബെയിലി സാറെ, അങ്ങയുടെ ഉഗ്രൻ തല്ലെന്നും പറഞ്ഞ് തമ്പിട്ടിരുന്ന അവിടുത്തെ അഭിഭാഷകരുടെ 10-20 യുവ അഭിഭാഷകരുടെ, 20 അല്ല അതിലും വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം, ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടേക്കുന്ന കമന്റുകൾ. അല്ല, ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായമില്ലേ ഈ വിഷയത്തിൽ? അവർക്ക് കിട്ടിയ ഫീഡ്ബാക്ക്, അവർക്കുണ്ടായ ബോധ്യം, അവർക്കുണ്ടായ ഫീഡ്ബാക്കിലും ബോധ്യത്തിലും അവരൊരു കമന്റ് ഇടുന്നില്ല. അതല്ലേ ഈ നാട്ടിൽ അവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യം. അവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിന്മേൽ അവര് കമന്റ് ഇടട്ടെ, അവര് പറയട്ടെ. ഇത് തീർച്ചയായിട്ടും എന്താണോ നേരത്തെ ഷാമിൽ തന്നെ പറഞ്ഞു, അവിടെ ഉണ്ടായ കേവലം ഒരു സംഘടന മാത്രമാണ്. അതിൽ വേറെ യാതൊരു വിധമായിട്ടുള്ള ഒരു തൊഴിൽ ചൂഷണം അവിടെ നടന്നിട്ടില്ല. അവർക്ക് ദിവസങ്ങളായിട്ട് അവർ ജോലി ചെയ്ത പണം കൊടുത്തില്ല എന്നൊരു വെർഷൻ ഇല്ല. അവർക്ക് മാസങ്ങളായിട്ട് ശമ്പളം കുടിശ്ശിക എന്നുള്ള ഒരു വെർഷൻ ഇല്ല. ശമ്പളം ചോദിച്ച സമയത്ത് അടി കൊടുത്തു, അങ്ങനെ ഒരു വെർഷൻ ഇല്ല. അങ്ങനെ ഒന്നും ഒരു വെർഷൻ ഇല്ലല്ലോ. ശ്യാമലിയുടെ തന്നെ വെർഷനിൽ FIR-ൽ തന്നെ പറയുന്നത് ശ്യാമലി മറ്റൊരു സഹപ്രവർത്തകയോട് പെരുമാറിയപ്പോൾ അവിടെ ഇടപെട്ടു എന്നുള്ളതല്ലേ FIR-ലുള്ള വെർഷൻ. അതുകൊണ്ട് ഇവിടെ ഏറ്റവും വലിയ അഭിഭാഷക ചൂഷണം അല്ലെങ്കിൽ തൊഴിൽ ചൂഷണം നടക്കുന്ന ഒരു മേഖലയാണ് അഭിഭാഷക വൃത്തി, അല്ലെങ്കിൽ ജൂനിയർമാരും സീനിയർമാരും തമ്മിലുള്ളത്. അവരുടെ എല്ലാം തന്നെ അവരെ ചൂഷണം ചെയ്യുന്ന ഒരു മേഖലയാണ് എന്നൊക്കെ തീർച്ചയായും അവസാനമായി അഡ്വക്കേറ്റ് ടി.ബി. മിനി കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ, സമയക്കുറവുള്ളതുകൊണ്ട് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ. അല്ല, ഇദ്ദേഹം പറയേണ്ടത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വക്കേറ്റ്സ് ആയിട്ടുള്ള സീനിയേഴ്സും ജൂനിയേഴ്സിൻ്റെ ഇടയിൽ യാതൊരു ചൂഷണം ഇല്ല എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. 10-30 വർഷമായിട്ട് ഞങ്ങളൊക്കെ ഈ മേഖലയിൽ തന്നെ നിൽക്കുന്ന ആളുകളാണ്. ഒരു ചൂഷണം ഇല്ലാതെ അല്ല ഈ മേഖല പോകുന്നത്. അത് എല്ലാവരും ഒരുപോലെയല്ല, പക്ഷേ അതിനാവശ്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഉണ്ടാകണം. ജൂനിയേഴ്സിന് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടണം. 5000 രൂപ ബാർ കൗൺസിൽ കൊടുക്കാൻ തീരുമാനിച്ചതെങ്കിലും അവർക്ക് കൊടുക്കണം. അവരെ കോടതികൾ പരിഗണിക്കണം. ഈ പ്രൊഫഷനിൽ നിന്ന് പോകാനായിട്ട് അവർക്ക് അതിനാവശ്യമായിട്ടുള്ള ഒരു സംവിധാനം ഹൈക്കോടതിയുടെയും ബാർ കൗൺസിലിൻ്റെയും ബാർ അസോസിയേഷൻ്റെ ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഇത് എല്ലാവരും പരിശുദ്ധരാണ്, ഞങ്ങൾ എല്ലാവരും ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നുണ്ട് ഈ മാസം. ഈ ഏതൊരു പ്രൊഫഷനിലും ഏതൊരു ജോലിക്കും നമ്മൾ മിനിമം വേജസ് 21,000 രൂപ പറയണ്ടല്ലോ. ഏതെങ്കിലും നല്ല ഫേമുകൾ ഇപ്പോൾ എല്ലാ ഫേമുകളിലും അങ്ങനെ വരുമാനം ഉണ്ടാകണം എന്നില്ല. പക്ഷെ വരുമാനമുള്ള ഫേമുകളിൽ രജിസ്റ്റർ ചെയ്ത് അവർക്ക് പോഷ് ആക്ട് നടപ്പിലാക്കണമെന്നോ അല്ലെങ്കിൽ ഈ മിനിമം വേജസ് നടപ്പിലാക്കണമെന്നോ പറയാൻ എന്താ പറ്റാത്തത്? അപ്പം എല്ലാവരും ശുദ്ധരാണെന്നും പറയുന്നത് കാര്യമില്ല. ശരി, വളരെയധികം നന്ദി. അല്ലല്ല, ഞാൻ ഒറ്റ കാര്യം, ഈ കഴിഞ്ഞ ദിവസം ഈ കേരളത്തിലെ നിയമവകുപ്പ് മന്ത്രി ഷാമിലി അടക്കം കൊണ്ടുപോയി. യഥാർത്ഥത്തിൽ ഏറ്റവും വളരെ വലിയ 2 രൂപയായിരുന്ന സ്റ്റാമ്പിനെ 20 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഏറ്റവും വലിയ രീതിയിലുള്ള കോർട്ട് ഫീ എല്ലാം വർദ്ധിപ്പിച്ച സർക്കാരാണ് ഇങ്ങനെ കണ്ണീര് പൊഴിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെയാണ് സംസ്ഥാന തലത്തിലുള്ള തീർച്ചയായും ശ്രീ രഞ്ജിത്ത്, ഈ ഷാമിലിക്കേറ്റ ഈ സംഭവം വലിയ ചർച്ചകൾക്ക് വിധേയമാകട്ടെ. തിരുത്തപ്പെടേണ്ടത് ഉണ്ട് എന്ന് തോന്നുന്നെങ്കിൽ ആ മേഖലയിലും ഒരു തിരുത്തലിന് ഈ സംഭവം വിധേയമാകട്ടെ. എന്തായാലും ഷാമിലിയെ സംബന്ധിച്ചോളം തനിക്ക് നീതി ലഭിച്ചു എന്ന് പറയുന്നു. ബെയിലിൻ ദാസ് ഇപ്പോൾ ജയിലിലാണ്, ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. വളരെയധികം നന്ദി അതിഥികൾക്ക്.